നമ്മുടെ പൂവൻകോഴി കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം വലുതായിട്ടുണ്ട്. ഇന്ന് അവർക്ക് 2 മാസം പൂർത്തിയായിട്ടുണ്ടേ. ഇതുവരെ ഞാൻ അവർക്ക് സ്റ്റാർട്ടർ മാത്രമാണ് കൊടുത്തിരുന്നത്. പക്ഷേ ഇടയ്ക്ക് ഞാൻ അവരൊന്ന് പറ്റിച്ചിട്ടുണ്ട്. അതായത് സ്റ്റാർട്ടറിൻ്റെ കൂടെ കുറച്ച് അരിയും ഗോതമ്പും കൂടി പൊടിച്ച് മിക്സ് ചെയ്തിട്ടും ഞാൻ അവർക്ക് കൊടുത്തിരുന്നു. അവരിത് നന്നായിട്ട് കഴിക്കുകയും ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അവർക്ക് ആദ്യമായിട്ട് കുറച്ച് ചോറ് കൊടുക്കാൻ പോവുകയാണേ. നോക്കാം അവർക്ക് ചോറ് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളത്. ഇവിടെയുള്ള എല്ലാ കോഴികളും ഒരു നേരമെങ്കിലും ചോറ് കഴിക്കാറുണ്ട്. പക്ഷെ ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല കേട്ടോ നിങ്ങൾ ചോറ് കൊടുക്കണം എന്നുള്ളത്. പക്ഷേ ഞാൻ എൻ്റെ കോഴികൾക്ക് ഒരു നേരമെങ്കിലും ചോറ് കൊടുക്കാറുണ്ട്. അപ്പം ഞാനിതാ ഇവർക്ക് ഇന്ന് ചോറ് കൊടുക്കാൻ പോവാണ് കേട്ടോ. പക്ഷേ ഞാൻ വിചാരിച്ചതുപോലെയല്ല, എല്ലാവരും നന്നായിട്ട് ചോറ് കഴിച്ചിട്ടുണ്ട്. അവർക്ക് ചോറ് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ വെറും പച്ചച്ചോറല്ല അവർക്ക് കൊടുത്തത്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവർ നന്നായിട്ട് ചോറ് കഴിച്ചത്. ഞാനിതേ ഇത്ര അളവിലാണ് ചോറെടുത്തത്. ഒരുപാടൊന്നും എടുത്തിട്ടില്ല, വളരെ കുറഞ്ഞ അളവിൽ. അതും ഒരു പകുതി മുക്കാൽ വെന്ത ചോറ്, ഒരുപാട് വെന്തലിഞ്ഞ ചോറുമല്ല. അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തേങ്ങാപ്പിണ്ണാക്ക് പൊതിർത്തി വെച്ചതാണ്. എൻ്റെ കയ്യിലുള്ള സ്റ്റോക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് വെളിച്ചെണ്ണ ആട്ടിയിട്ട് വേണം കിട്ടാനായിട്ട്. ഇതിലേക്ക് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സ്റ്റാർട്ടറാണ്. സ്റ്റാർട്ടർ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഇല്ല കേട്ടോ. മഞ്ഞൾപ്പൊടി തീർന്നു പോയി. മഞ്ഞളൊക്കെ വെയിലത്ത് ഇട്ടേക്കുവാണേ ഉണക്കാനായിട്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ചീരേൻ്റെ ഇലയും കൂടി അരിഞ്ഞ് ചേർക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ മുന്നേ ഒരു ദിവസം ഇവർക്ക് ചീരേൻ്റെ ഇല ഇങ്ങനെ പറിച്ച് ഒരു കയറിൽ കെട്ടി തൂക്കിയിട്ട് കൊടുത്തിരുന്നു. അന്ന് അവർ അത് നന്നായിട്ട് കഴിച്ചിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ചോറിൽ ഈ ചീര അരിഞ്ഞു ചേർക്കാമെന്ന് വിചാരിക്കുന്നത്. ഈ ചീര നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഈ ചീരയുടെ പേര് ചായമൻസ എന്നാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. ഞാൻ മുന്നേയും ഒരു വീഡിയോയിൽ ഇത് കാണിച്ചു തന്നിരുന്നു. അതിലൊരുപാട് ആളുകൾ അവരുടെ നാട്ടിൽ ഇതിനെന്താണ് പറയുന്നതെന്നൊക്കെ കമൻറ്റ് ചെയ്തിരുന്നു അന്ന്. എന്നാലും ആ വീഡിയോ കാണാത്ത ഒരുപാട് ആളുകളുണ്ടാവുമല്ലോ. നിങ്ങളുടെ നാട്ടിൽ ഈ ചീരയ്ക്ക് എന്താണ് പേര് പറയാന്നുള്ളത് വേഗം കമൻറ്റ് ഇട്ടോ കേട്ടോ. ഇനി ഈ ചീര കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എടുത്തു വെച്ചോ. മഴക്കാലമാണ് വരുന്നത്. വരമ്പത്തോ അല്ലെങ്കിൽ വീടിൻ്റെ വക്കിലോ എവിടെയെങ്കിലും ഒരു തണ്ട് കുത്തിയിട്ടാൽ ഇത് പെട്ടെന്ന് വളരുകയെ. ഇതിനങ്ങനെ പ്രത്യേകിച്ച് വളമോ മറ്റ് പരിചരണങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല. നമുക്ക് ആവശ്യത്തിന് ഇതുപോലെ പറിച്ചെടുക്കാം. കോഴികൾക്കും കൊടുക്കാം, അതുപോലെ നമുക്ക് വീട്ടിലും ഉപയോഗിക്കാം കേട്ടോ. ചെറിയൊരു തണ്ടാണെങ്കിലും ഭയങ്കര ഉപകാരമാണ് ഈ ഒരു ചീരനെ കൊണ്ട്. ഇത് ഞാൻ അടുത്ത വീട്ടിൽ നിന്ന് ചെറിയൊരു തണ്ട് കൊണ്ട് കുഴിച്ചിട്ടതാണ്. താഴെ ഭാഗത്തുള്ളതെല്ലാം ഏകദേശം ഞാൻ പറിച്ച് തീർന്നിട്ടുണ്ട്. പിന്നെ മുകളിലേക്കാണ് ഇട്ടുള്ളത്. ഇനിയിപ്പോൾ മഴ നല്ലോണം പെയ്തിട്ട് വേണം ഇതിൽ നിന്ന് ഒരു 4-5 തണ്ടെടുത്തിട്ട് വരമ്പത്ത് കുത്തിയിടാനായിട്ട്. നന്നായിട്ടുണ്ടാവും കേട്ടോ. ഈ ഒരു ചീര നമ്മളുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കോഴികൾക്ക് പുല്ലിനായിട്ട് വേറെ എങ്ങോട്ടും പോവേണ്ട യാതൊരു ആവശ്യമില്ല. ഇത് നമുക്ക് ഉപ്പേരിയും വെക്കാം. പക്ഷേ ഞാനിതുവരെ ഉപ്പേരി വെച്ചിട്ടില്ല കേട്ടോ. ഇതിൽ സയനൈഡിൻ്റെ അംശം ഉണ്ടെന്ന് പറയുന്നത് കേട്ടതുകൊണ്ട് എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. അതുകൊണ്ട് കോഴികൾക്കും ഞാൻ ഡെയിലി ഒന്നും കൊടുക്കാറില്ല. ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ഈ ഒരു ചീര കൊടുക്കാറുള്ളൂ. എന്തായാലും എൻ്റെ കോഴിമക്കൾക്ക് ഈ ഒരു ചീര ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരിന്ന് ചോറ് നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് കോഴികളെ വളർത്തുന്നുണ്ടെങ്കിലും ഞാൻ തീറ്റ മാത്രം ആശ്രയിക്കാറില്ലേ. ഞാൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പം മുതൽക്ക് പലതരത്തിലുള്ള ഭക്ഷണങ്ങളും കഴിക്കാൻ അവർക്ക് കൊടുക്കാറുണ്ട്. ഒരു നേരം ഞാൻ അവർക്ക് ചോറ് കൊടുക്കാറുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. അവർക്ക് ഒരു നേരമെങ്കിലും ചോറ് കൊടുക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ. ഞാൻ എൻ്റെ കാര്യമാണേ പറയുന്നത് എന്ന് വിചാരിച്ച് നിങ്ങൾ കോഴികൾക്ക് ഡെയിലി ചോറ് കൊടുക്കണം എന്നല്ല. ഞാൻ വെറും പച്ചച്ചോറ് മാത്രമല്ല കേട്ടോ, ഞാൻ അതിൽ പലതും മിക്സ് ചെയ്തിട്ടാണ് അവർക്ക് കൊടുക്കാറ്. അതുകൊണ്ടാണ് അവർ ചോറ് കഴിക്കുന്നത്. അതിന് ചില കാരണങ്ങളും ഉണ്ട് കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എന്നെപ്പോലെയുള്ള സാധാരണ വീട്ടമ്മമാർക്ക് ഒരുപാട് പൈസയൊക്കെ കൊടുത്ത് കോഴിത്തീറ്റ വാങ്ങി അത് മാത്രം കൊടുത്ത് കോഴികളെ വളർത്താനൊന്നും പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നല്ലേ. വീട്ടിലിരിക്കുന്ന ഓരോ വീട്ടമ്മമാരുടെയും സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വരുമാനം വേണമെന്നുള്ളത്. അങ്ങനെ ഞാൻ കണ്ടെത്തിയൊരു വരുമാന മാർഗ്ഗമാണ് കോഴി വളർത്തൽ. അതിന് ഞാൻ ഒരുപാട് പൈസ മുടക്കുകയല്ല ചെയ്യേണ്ടത്, ചിലവ് നിയന്ത്രിക്കണം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും തീറ്റ ചിലവ് കുറയ്ക്കാൻ പറ്റുന്ന വഴികളൊക്കെ നോക്കുന്നത്. കോഴികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണം, എങ്കിലേ നല്ല ആരോഗ്യമുള്ള കോഴികളെ നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ അതിനായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് അമിതമായി പണം ചിലവാക്കാതെ നോക്കുകയും വേണം. മടി പിടിച്ചിരുന്നാൽ ഇതൊന്നും നടക്കില്ല കേട്ടോ. അപ്പം നമുക്ക് വീട്ടിൽ കിട്ടുന്ന ചോറ്, അതുപോലെ പച്ചക്കറികൾ, ഇലകൾ, തവിട്, തേങ്ങാ പിണ്ണാക്ക്, വാഴത്തട്ട, വാഴക്കൂമ്പ്, അങ്ങനെ അവർക്ക് ദോഷകരമായി ബാധിക്കാത്തതെല്ലാം കൊടുത്ത് അവരെ നല്ല ആരോഗ്യത്തോടെ വളർത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഇവർ വേറൊരു വീട്ടിലേക്ക് കയറി ചെല്ലാനുള്ളതല്ലേ. വളർത്താവശ്യത്തിനായിട്ട് ഒരുപാട് ആളുകൾ നമ്മളെടുത്തുനിന്ന് കോഴീനെയൊക്കെ വാങ്ങുന്നുണ്ട്. അവിടെ ഇവർക്ക് ഏത് തരത്തിലുള്ള ഫുഡാണ് അവർ കൊടുക്കുന്നതെന്ന് നമുക്കറിയില്ല.
പല ആളുകളും ചെയ്യുന്നൊരു കാര്യമാണ് കോഴിത്തീറ്റ മാത്രം കൊടുത്ത് കോഴികളെ വളർത്തും. അങ്ങനെയുള്ള കോഴികളെ വേറൊരു വീട്ടിലേക്ക് കൊടുത്താൽ അവർക്ക് നിങ്ങളെപ്പോലെ സ്ഥിരമായിട്ട് കോഴിത്തീറ്റ മാത്രം വാങ്ങി കൊടുക്കാൻ പറ്റണമെന്നില്ലല്ലോ. അതുമാത്രമല്ല, ചില കോഴികൾ കോഴിത്തീറ്റ മാത്രം തിന്ന് പഠിച്ചാൽ വേറെ ഒന്നും അവർ കഴിക്കില്ല. ഇതെപ്പോഴാണ് നമുക്ക് മനസ്സിലാവുകയെന്നറിയോ? നമ്മളൊരു കോഴീനെ ഒരു കസ്റ്റമറിന് കൊടുത്തു, ആൾ കൊണ്ടുപോയി 2 ദിവസം കഴിയുമ്പം ആൾ നമ്മളെ വിളിച്ചിട്ട് പറയും, നിങ്ങളുടെ കോഴി ഒരു ഫുഡും കഴിക്കുന്നില്ല എന്നുള്ളത്. നമ്മൾ ചിലപ്പം തീറ്റ കൊടുത്ത് വളർത്തിയ കോഴീനായിരിക്കും പുള്ളിക്കാരന് കൊടുത്തിട്ടുണ്ടാവുക. അവർ കൊണ്ടുപോയിട്ട് നേരെ അതിന് ഗോതമ്പോ അല്ലെങ്കിൽ അരിയോ അല്ലെങ്കിൽ അതിനെ പറമ്പിലേക്ക് തുറന്ന് വിട്ടിട്ടുണ്ടാവും. ആ കോഴി വേറെ ഫുഡോ കാര്യങ്ങളോ ഒന്നും കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ കോഴികൾക്ക് ചെറുപ്പം തൊട്ടേ എല്ലാ ഫുഡും കൊടുത്ത് പഠിപ്പിക്കാറുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, കയറി ചെല്ലുന്ന വീട് എങ്ങനെയായിരിക്കും, അവിടുത്തെ സാഹചര്യം എന്തായിരിക്കും എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും ഇണങ്ങി ജീവിക്കാനും കിട്ടുന്ന ഭക്ഷണം കഴിക്കാനും അവർ പഠിക്കട്ടെ എന്നാണ് ഞാൻ ചിന്തിക്കാറ്. അല്ലാതെ നമ്മൾ കൂട്ടിലിട്ട് തീറ്റ മാത്രം കൊടുത്ത് വളർത്തി നമ്മുടെ അടുത്ത് നിന്ന് അതിനൊരാൾ വാങ്ങിക്കൊണ്ട് പോയിട്ട് രാവിലെ തുറന്ന് വിടുന്നു, രാത്രി മാത്രം കയറി വരുമ്പം വൈകുന്നേരം ഒരു 2 മണി അരി കൊടുക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ആ ഒരവസ്ഥ. അപ്പം എൻ്റെ അടുത്ത് എപ്പോഴും കോഴിയെ വാങ്ങാൻ ആളുകൾ വരുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ എന്ത് ഫുഡ് കൊടുത്താലും അവർ കഴിക്കുന്നുള്ളത്. ചില ആളുകൾ ഇങ്ങോട്ട് എടുത്ത് ചോദിക്കും, ഏത് തീറ്റയാണ് വാങ്ങേണ്ടത്, ഏത് തീറ്റയാണ് കൊടുക്കേണ്ടത്, നിങ്ങൾ എങ്ങനെയാണ് ഭക്ഷണം കൊടുക്കേണ്ടതെന്നൊക്കെ അവർ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അവരോട് ഞാൻ പറയാറുണ്ട്. ഞാൻ പറയും, നിങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീറ്റ കൊടുക്കാം. എന്നാലും ഒരു മുട്ടയൊക്കെ ഇടുന്ന കോഴിയാണെങ്കിൽ ഒരു നേരം തീറ്റ കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ എന്നാലും ഇവർ ചോറ്, അരി, ഗോതമ്പ് എല്ലാ ഫുഡും ഇവർ കഴിക്കും. ഞാൻ പറഞ്ഞു, എൻ്റെ കോഴികൾ ചോറ് മാത്രമല്ല, ബിരിയാണി ആയിക്കോട്ടെ, മന്തി ആയിക്കോട്ടെ, മഞ്ഞച്ചോറ് ആയിക്കോട്ടെ, അവർക്ക് എന്ത് ഫുഡ് കൊടുത്താലും അവർ കഴിക്കും എന്നതാണ് എൻ്റെ കോഴികളുടെ പ്രത്യേകത. ഇപ്പം നിങ്ങൾക്കൊരു സംശയം തോന്നില്ലേ, 1-2 മാസമായ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ ചോറ് കൊടുക്കാൻ പറ്റുമെന്നുള്ളത്? കൊടുക്കുന്നതിനെന്താ, ഒരു പ്രശ്നമില്ല. നമ്മൾ എന്തൊരു ഫുഡ് അവർക്ക് കൊടുക്കുന്ന സമയത്തും അമിതമായിട്ട് കൊടുക്കാതിരിക്കുക. നിങ്ങൾ കേട്ടിട്ടില്ലേ, അധികമായാൽ അമൃതം വിഷം എന്നുള്ളത്? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ വളരെ കുറഞ്ഞ അളവിലാണ് അവർക്ക് ചോറ് കൊടുത്തത്. ഇതിപ്പം ഒരു 50 കോഴിക്കുഞ്ഞുങ്ങളില്ലേ, 50 കോഴിക്കുഞ്ഞുങ്ങൾക്ക് കഴിക്കേണ്ട ചോറല്ല ഞാൻ അവർക്ക് കൊടുത്തത്. ഇത് ഞാൻ രാവിലെ തന്നെ ഇന്ന് അവർക്ക് ചോറാണ് കൊടുത്തത്. ആ ഒരു ചോറ് തന്നെ ഞാൻ ഇലയും അതുപോലെ തീറ്റയും ഒരുപാട് കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ. എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം ചേർക്കാഞ്ഞത്. എല്ലാം ചേർത്തിട്ടാണ് ഞാൻ അവർക്ക് കൊടുക്കുന്നത്. കോഴികൾക്ക്, അതായത് മുട്ടയിടുന്ന കോഴികൾക്ക് ഒരുപാട് ചോറ് കൊടുത്താൽ അവർക്ക് നെയ്യ് കിട്ടും കേട്ടോ. പിന്നെ അവർ മുട്ടയിടില്ല. നമ്മൾ തുറന്ന് വിടുന്ന കോഴികളാണെങ്കിൽ വലിയ പ്രശ്നമില്ല. പക്ഷേ കൂട്ടിലിങ്ങനെ അടച്ചിടുന്ന കോഴികളാണെങ്കിൽ നിങ്ങൾക്ക് ചോറ് കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെ ആഴ്ചയിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ ആയിട്ട് കൊടുക്കുക. അതും ഈ പറഞ്ഞതുപോലെ ചോറിൽ കൂടുതലായിട്ട് പച്ചക്കറികൾ, ഇലകൾ, അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുമോ അതെല്ലാം മിക്സ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതാകുമ്പം വലിയ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഞാൻ വാഴത്തട്ട അരിഞ്ഞ് ചേർക്കാറുണ്ട്, വാഴക്കൊമ്പ് അരിഞ്ഞ് ചേർക്കാറുണ്ട്, അതുപോലെ ഇലകൾ, പല ഇലകളും കിട്ടുമ്പം ചേർക്കാറുണ്ട്, ചീരകൾ ചേർക്കാറുണ്ട്, പച്ചക്കറികൾ, തക്കാളി, ക്യാബേജിൻ്റെ ഇല, അങ്ങനെ പലതും ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ. തീറ്റ, അതുപോലെ പിണ്ണാക്ക്, തവിട് കിട്ടുമ്പം ചേർക്കാറുണ്ട്, അവിൽ കിട്ടുമ്പം ചേർക്കാറുണ്ട്. നമുക്ക് അടുത്തുള്ള ഷോപ്പിലൊക്കെ പോയാൽ പച്ചക്കറി വേസ്റ്റ് കിട്ടും. അതൊക്കെ ഒന്ന് വേവിച്ച് ഒരിത്തിരി ചോറും കൂടി ഇട്ടൊന്ന് കൂട്ടി കുഴച്ച് കൊടുത്താൽ അവർ നന്നായിട്ട് കഴിക്കും കേട്ടോ. പിന്നെ ഇതാ 2 ആശാത്തിമാർ ഇവിടെ കിടക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, അവരിങ്ങനെ വെറുതെ പൊരുത്ത് കിടക്കുകയാണ്. പിന്നെ ഈ കോഴികളെ കൊണ്ടുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ, ഇവരെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. സാധാരണ കോഴികൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് അവരുടെ സൗണ്ട് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ല. പക്ഷേ ഇവർക്ക് അങ്ങനെയൊന്നുമില്ല. ഇവർ ഭയങ്കര സൈലൻ്റ് ആണ്. ഈ കോഴികൾ പൊതുവേ കുറച്ച് സൈലൻ്റ് ആണെന്നാണ് തോന്നുന്നത്. ഈ ഇനത്തിൽപ്പെട്ട കോഴീനെ ഞാൻ മുന്നേ വളർത്തിയിട്ടില്ല. ഇതിപ്പം 50 ഗ്രാമശ്രീ പൂവൻകുട്ടികളാണുള്ളത്. എന്നാലും ഇതിൽ കുറച്ച് പിഴകളും ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വലുതായി വന്നാൽ അറിയാം എത്ര പിടക്കോഴികളുണ്ട് എന്നുള്ളത്. പിന്നെ ഞാൻ ഈ ഒരു ബോട്ടിലാണ് ഇവർക്ക് വെള്ളം കൊടുക്കാറ്. ഈ ഒരു ബോട്ടിൽ വെള്ളം വെച്ച് കൊടുക്കുന്ന സമയത്ത് അങ്ങനെ പെട്ടെന്ന് അഴുക്കോ കാര്യങ്ങളൊന്നും ആവില്ല. അതുപോലെ കൂട്ടിൽ തട്ടിമറിക്കുകയല്ല കേട്ടോ. വെള്ളമൊക്കെ തട്ടി മറിയുന്ന സമയത്താണ് കൂട് പെട്ടെന്ന് ചീത്തയാവുക. പിന്നെ ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് അറക്കപ്പൊടിയാണ്. അറക്കപ്പൊടി ഇട്ടത് കൊണ്ട് കൂട് അങ്ങനെ പെട്ടെന്ന് വൃത്തികേടാവില്ല കേട്ടോ. കണ്ടില്ലേ, നല്ല നീറ്റുണ്ട്. ഇതിപ്പം ഏകദേശം ഒരു 10-20 ദിവസമായി ഈ ഒരു അറക്കപ്പൊടി ഇട്ട് കൊടുത്തിട്ട്. ഇതുവരെ ഞാനത് മാറ്റി കൊടുത്തിട്ടില്ലേ. നല്ല വൃത്തിയുണ്ട് കൂട്. അതുപോലെ അഴുക്കും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. ഇപ്പോൾ മഴയും ഒരു 5-10 മഴയൊക്കെ പെയ്തു, എന്നിട്ടും കൂട്ടിൽ നനവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. കൂട് വൃത്തി ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളും ഉഷാറായിരിക്കുക. കൂടൊക്കെ വൃത്തികേടായിരിക്കുന്ന സമയത്താണ് ഇവർക്ക് പെട്ടെന്ന് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരിക. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക. മഴക്കാലമാണ് വരുന്നത്. കൂടൊക്കെ പെട്ടെന്ന് മഴക്കാലത്താണ് അഴുക്കാവുന്നതും അതുപോലെ കോഴികൾക്കൊക്കെ പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നതും മഴക്കാലത്താണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക.
പിന്നെ എൻ്റെ വിശേഷങ്ങളൊന്നും അങ്ങനെ ആരും ചോദിക്കാറില്ല, എല്ലാവരും കോഴികളുടെ വിശേഷങ്ങളാണ് ചോദിക്കാറ്. എന്നാലും എനിക്ക് നിങ്ങളോട് ചോദിക്കാമല്ലോ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? മഴക്കാലമൊക്കെ ആയി, അതിനുള്ള ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? സ്കൂൾ തുറക്കാനായില്ലേ? മക്കൾക്ക് യൂണിഫോമും ബാഗും എല്ലാം വാങ്ങിച്ചോ? നിങ്ങളുടെ ഓരോരുത്തരുടെയും വിശേഷങ്ങളും ഒക്കെ അത് കമൻറ്റ് പറയണേ. എനിക്കത് വായിക്കാനും അതുപോലെ റിപ്ലൈ തരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇവിടെ ചെറിയൊരു നെറ്റിൻ്റെ ഒരു റേഞ്ചിൻ്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ചില സമയങ്ങളിലൊന്നും എനിക്ക് നിങ്ങളിടുന്ന കമൻറ്റുകൾക്ക് അങ്ങനെ പെട്ടെന്നൊന്നും റിപ്ലൈ തരാൻ പറ്റാറില്ല കേട്ടോ. എന്നാലും സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ തരാൻ ശ്രമിക്കാറുണ്ട്. ഞാനിതാ ഒരുക്കങ്ങൾ തുടങ്ങി. എനിക്ക് മുളക്, അതുപോലെ മല്ലി, മഞ്ഞൾ, മുത്താറി, ഒരുപാട് സാധനങ്ങൾ ഉണക്കി പൊടിക്കാനുണ്ട്. മഴ വരുമ്പോഴത്തേക്ക് എല്ലാ പരിപാടികളും തീർക്കണം. നമുക്ക് പണിയുണ്ടല്ലോ, കോഴീൻ്റെ തന്നെ ഒരുപാടുണ്ട്. കോഴിന്ന് പറഞ്ഞാൽ നമുക്ക് കൂട്ടിലേക്ക് കയറി അവർക്ക് തീറ്റയും വെള്ളവും കൊടുത്ത് ഇങ്ങോട്ട് വരുമ്പം തന്നെ സമയം ഒരുപാടാവും. ഇന്ന് ഞാൻ രാവിലെ തന്നെ കൂട്ടിലേക്ക് ഇറങ്ങിയത് കൊണ്ട് എൻ്റെ ഒരുപാട് പണികളൊക്കെ അവിടെ സ്റ്റക്കായിട്ടോ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നന്ദു സിദ്ധുട്ടനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പാത്രം കഴുകാനായാലും അടിച്ചു വാരാനായാലും ഒക്കെ അവർ രണ്ടാളും നന്നായിട്ട് സഹായിക്കാറുണ്ട്. അതും ഒരാശ്വാസമാണ്. പിന്നെ മക്കളാണെങ്കിലും ചെറിയ ചെറിയ പണികൾ അവരെടുത്ത് പഠിക്കുന്നത് നല്ലതാണല്ലേ. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങളും ഒന്ന് കമൻറ്റിൽ പറയാം, നിങ്ങളും ഇതുപോലെ കുട്ടികളെ കൊണ്ട് ചെറിയ ചെറിയ പണികളൊക്കെ വീട്ടിലെടുപ്പിക്കാറുണ്ടോ? അതല്ല അടുക്കളയിൽ പോലും കയറ്റാറില്ലേ? ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. ഞാൻ അങ്ങനെയല്ല, എല്ലാ കാര്യങ്ങളും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട്. ഏറ്റവും വലിയൊരു ആശ്വാസം എന്ന് പറയുന്നത് വീഡിയോ എടുത്ത് തരുന്നതാണേ. ഞാനൊരു സ്റ്റാൻഡും വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വീഡിയോ എടുക്കുകയാണെങ്കിൽ എനിക്ക് ഒന്നിനും നേരം ഉണ്ടാവില്ല. പക്ഷേ നന്ദു എടുത്ത് തരുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ സ്കൂൾ തുറന്നാൽ ഞാനൊരു പാഠം പഠിക്കും. രണ്ടുപേരും രാവിലെ സ്കൂളിൽ പോയാൽ വൈകിട്ടല്ലേ വരിക. പിന്നെ ഞാൻ ആ ഒരു സമയത്ത് ഞാൻ തന്നെ എടുക്കുന്ന കാര്യം ആലോചിച്ചിട്ട് എനിക്കിപ്പം തന്നെ ചെറിയൊരു ടെൻഷനൊക്കെ വരുന്നുണ്ട്. കാരണം മറ്റൊന്നല്ല, എനിക്ക് സ്റ്റാൻഡ് വെച്ചിട്ട് തന്നെ വീഡിയോ എടുക്കാൻ അത്ര പരിചയമായിട്ടില്ല. അതുകൊണ്ട് എന്താവോ എന്തോ ഒന്നും അറിയില്ല. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാമല്ലേ. ഫ്രീ ആവുന്ന സമയത്ത് ഒരു ലൈവ് വരണം എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എൻ്റെ കോഴിക്കോട് അതുപോലെ കോഴി ഇൻക്യുബേറ്റർ എല്ലാം നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വേണോ വേണ്ടയോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് പറയണേ.